കൊയ്ത്ത് വളരെയുണ്ട്. വേലക്കാരെ ചുരുക്കുക. ഇന്ന് ഒരു ശുശ്രൂഷകൾക്ക് വേണ്ടി, ഒരു ദൗത്യത്തിന് വേണ്ടി ദൈവത്തിനെ പറഞ്ഞയക്കുക. അതിനകത്ത് സാധ്യത വരരുത്. അതുകൊണ്ടാണ് 12 പേരെ മാറ്റി നിർത്തിയത്. അടുത്തൊരു കൂട്ടത്തെ ദൈവസന്നിധി ചെയ്തിട്ട് പറഞ്ഞയച്ചു. അവർ പോയപ്പോൾ അവരുടെ കൈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാവുന്നത്. നീ പോകുമ്പോൾ ചിലത് നടക്കണം, നീ പോകുമ്പോൾ ചിലത് നടക്കണം. ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. പക്ഷെ വിജയപ്പെട്ട നടക്കണം. എന്റെ ബുദ്ധിക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്, എന്റെ വ്യാപരിക്കുന്ന ശക്തിക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കാം. ആ ശക്തി കാര്യങ്ങൾ തീരുമാനിക്കും. ശൗലായി പൗലോസിനോട് ചോദിച്ച പൗലോസ് പറയും, ഞാൻ ആയിരിക്കുന്നത് ആ സാന്നിധ്യത്തിലാണ്. അതുകൊണ്ട് ആ പൗലോസിന്റെ ശുശ്രൂഷകൾക്കകത്തല്ല ദൈവ സാന്നിധ്യത്തെ നമുക്ക് കാണാൻ കഴിയും. പൗലോസ് തൊടുന്നവർ ആത്മാവിൽ നിറഞ്ഞത് ഒരു കാര്യസ്ഥനുണ്ട്. സകലത്തിൽ 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 ഉപദേശിക്കുന്ന ഒരു കാര്യസ്ഥൻ, സകലത്തിൽ ഉപദേശിക്കുന്ന ഒരു കാര്യസ്ഥൻ, സകലത്തിൽ വഴി നടത്തുന്ന ഒരു കാര്യസ്ഥൻ. നീ വിചാരിക്കുക നിന്റെ ജീവിതം എന്താ ഇങ്ങനെ, എന്നാൽ ഇതുവരെ നിർണയിച്ചു വെച്ചിരിക്കുക നിന്റെ ജീവിതം എങ്ങനെ ആയിത്തീരണമെന്ന ഒരു ചിട്ടയായ ഒരു രീതിക്കകത്ത് ദൈവം ആക്കി വെച്ചിരിക്കുക. ഇന്ന് ഈ നിമിഷം പരിശുദ്ധാത്മാവേ എന്നോടൊന്ന് ഇടപെടണമേ, നിന്റെ സാന്നിധ്യം എന്റെ കൂടെ പോരണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. എന്താ വചനം പറഞ്ഞത്? കാര്യസ്ഥനെ അയച്ചു തരും. സകല സത്യത്തിൽ വഴി നടത്തുമെന്ന് പറയുമ്പോൾ സത്യം അല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അസത്യം എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. എന്താണെന്ന്, നല്ലത് എന്താണെന്ന് കാണിച്ചു തരുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികൾക്കും ദൈവാത്മാവ് കൂട്ടു നിൽക്കത്തില്ല. ദൈവഹിതത്തിന് വിപരീതമാകുന്ന ഒരു പ്രവൃത്തികൾക്കും ദൈവം കൂട്ടു നിൽക്കത്തില്ല. പക്ഷെ ദൈവ സാന്നിധ്യത്തെ കൊതിച്ചാൽ ദൈവ സാന്നിധ്യം നിന്നിലൂടെ നല്ലത് പ്രവർത്തിക്കും. അതിന് ഞാൻ എന്ത് ചെയ്യണം? അവിടെയാണ് എന്നെ തന്നെ വിട്ടുകൊടുക്കേണ്ടത്. വചനം എന്താണ് പറയുന്നത്? നമ്മെ തന്നെ വിട്ടുകൊടുക്കണം. കാരണം ഞാൻ വെള്ളയിട്ടത് കൊണ്ട്, വീശു പഠിച്ചത് കൊണ്ടോ ഒന്നുമല്ല ദൈവം നോക്കുന്നത്, അകത്തളങ്ങൾ തീ കത്തുന്നുണ്ടാവും. അതുകൊണ്ട് പ്രവാചകരുടെ പുസ്തകത്തിനകത്ത് വിളിച്ചു പറയുന്നത് യഹോവ ഹൃദയങ്ങളെ നോക്കും. നീ പുറമേ എന്ത് കാണിക്കുന്നതല്ല, നിന്റെ ഹൃദയം ചൊവ്വല്ല എങ്കിൽ, നിങ്ങളുടെ ഹൃദയം ചൊവ്വല്ല എങ്കിൽ, നിങ്ങളുടെ ചിന്തകൾ ചൊവ്വല്ല എങ്കിൽ, നിങ്ങളുടെ നിലവുകൾ ചൊവ്വല്ല എങ്കിൽ ദൈവ സാന്നിധ്യത്തിന് നിങ്ങളിൽ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പക്ഷെ നിന്റെ ചിന്തകളും നിലവുകളും ക്രിസ്തുവിൻ്റെതായാൽ, നിന്റെ ഇഷ്ടങ്ങൾ ക്രിസ്തുവിൻ്റെതായാൽ, അതുകൊണ്ടാണ് വചനം പറയുന്നത് എൻ്റെ ഇഷ്ടമല്ലപ്പ നിന്റെ ഇഷ്ടം വെളിപ്പെടണം. കാരണം എൻ്റെ ഇഷ്ടങ്ങൾക്കൊരു പരിധിയുണ്ട്, അപ്പായുടെ ഇഷ്ടങ്ങൾക്ക് പരിധിയില്ല. അവൻ ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്യുന്നവനാണ്. നിന്റെ ലിമിറ്റേഷൻസിനെ അവൻ ബ്രേക്ക് ചെയ്യും. നിനക്കൊരു പക്ഷേ ഒന്നിനും കഴിവില്ലാത്ത വ്യക്തിയായിരിക്കാം, പരിശുദ്ധാത്മാവ് നിന്നിൽ വന്നു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നിന്നിൽ വന്നു കഴിഞ്ഞാൽ നീ എഴുന്നേൽക്കും. പിന്നെ സന്താനങ്ങളെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കരുത്. ഇനി അച്ഛനെയും അമ്മയെ ഓർത്ത് ഭാരപ്പെടരുത്. ഒന്നിനെ കുറിച്ച് ഭാരപ്പെടരുത്. എഴുന്നേറ്റ് തുടങ്ങിയാൽ അവരെ ദൈവം കണ്ടെത്തിക്കൊള്ളും. സന്താനങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന നീ തുടങ്ങി വെച്ചതിനെ ഫുൾഫിൽ ചെയ്യാൻ സന്താനങ്ങളെ നീ ഉപയോഗിക്കുക. നിന്റെ തലമുറയെ ഉപയോഗിക്കുക. നിന്റെ തലമുറകളിലെ വായിൽ നിന്ന് ബലത്തെ നിയമിക്കുവാൻ കഴിയുന്നവൻ, ബലത്തെ നിയമിക്കുവാൻ കഴിയുന്നവനാ നിന്റെ അകത്തിരിക്കുന്നവനെ നീ ഒന്ന് തട്ടി ഉണർത്തിട്ട് പറ, എന്നെ നിനക്കായി തരുമോ, എന്നെ നിനക്കായി തരുമോ. ഇനി ഞാൻ പോകുന്നുണ്ടെങ്കിൽ നിന്റെ നാമത്താൽ, ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ നാമത്താൽ, ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ വാങ്ങുന്നുണ്ടെങ്കിൽ അത് നിന്റെ നാമത്താൽ. എന്ന് പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാര്യസ്ഥനെ അയച്ചു തരുമെന്ന് പറഞ്ഞു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 2 കടന്നു ചെല്ലുമ്പോൾ ഏതാണ് ആ കാര്യസ്ഥനെന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അത് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ധൈര്യമില്ലാത്തവന് ധൈര്യമായി, ബലഹീനന് സകലത്തിന് തികഞ്ഞവനായി തീരുന്നു. ഇതിനകത്ത് ഒന്നിനും കൊള്ളത്തില്ലെന്ന് നിങ്ങളെ നോക്കി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണം, ഞാൻ തികഞ്ഞവനാണ്. പൗലോസ് പറഞ്ഞ വാചകം ഇങ്ങനെയാണ്, എന്നെ ശക്തൻ ആക്കുന്നവനെന്ന് കാത്തു ഞാൻ സകലത്തിനും മതി ആകുന്നു. കാരണം പൗലോസ്
എൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങിയതല്ല, ദൈവം എന്നെ പുറപ്പെടുവിച്ചു. അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ പ്രവാചക പുസ്തകത്തിലാണെന്ന് തോന്നി ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, സന്തോഷത്തോടെ പുറപ്പെടുവിച്ച് സമാധാനത്തോടെ പറഞ്ഞയക്കും. ഇതാ പരിശുദ്ധാത്മാവ്. നിന്റെ കണ്ണ് നിറയിപ്പിച്ച് പറഞ്ഞയക്കുമെന്നല്ല, നിന്റെ രട്ടഴിച്ച് മാറ്റി നിന്റെ സന്തോഷം ഒടിപ്പിക്കുന്നവരാണ്. സാന്നിധ്യത്തെ കൊതിച്ച് ദൈവത്തിന്റെ സന്നിധി നിന്നെ വിട്ടുകൊടുക്കുക. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 1 മുതലുള്ള വാക്യശകലങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റ് പോലെ ആ ജനത്തിന്റെ മേൽ വരികയാണ്. അവിടെ മറ്റൊരു കാര്യം നടക്കുകയാണ്. പത്രോസ് അവരുടെ നടുവിലുണ്ട്. പത്രോസ് അവരുടെ നടുവിൽ നിന്ന് എഴുന്നേറ്റിട്ട് യോവേൽ പ്രവാചകന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് തുടങ്ങിയ പത്രോസിന്റെ ജീവിതത്തിന്റെ അകത്ത് പിന്നീട് എന്താ സംഭവിച്ചെന്ന് പത്രോസിന് പോലും അറിയത്തില്ല. എന്നാൽ 2-ാം അധ്യായം കണ്ട പത്രോസ് 3-ാം അധ്യായത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ കൽപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ ചിലതിന്റെ നടിയാടി ഉറച്ചു. നീ കൽപ്പിക്കുമ്പോൾ ചിലത് ഉറക്കട്ടെ, നീ കൽപ്പിക്കുമ്പോൾ ചിലത് ഉറക്കട്ടെ.